കുറച്ചു മാസങ്ങളായി തേങ്ങ വിലയും വെളിച്ചെണ്ണ വിലയും എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പച്ചത്തേങ്ങയ്ക്ക് കിലോയ്ക്ക് 70 രൂപയും വെളിച്ചെണ്ണയ്ക്ക് 360 രൂപയും കടന്നു. എന്നാൽ ഈ വർധനവിന്റെ ഗുണം കർഷകർക്ക് ലഭിക്കുന്നുണ്ടോ? ഉൽപ്പാദന കുറവുണ്ട്. ഇപ്പോൾ ഏതായാലും തേങ്ങക്ക് ഇപ്പം വിപണിയിൽ നല്ല വില വന്നല്ലോ. അത് ഉണക്കി ആട്ടി എടുക്കുമ്പോഴത്തേക്ക് നഷ്ടത്തിലേക്കായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അത് എടുക്കുന്നില്ല. ഇപ്പം കയറ്റ് കൊള്ളന തേങ്ങ എടുക്കുന്നത് അധികവും അങ്ങനെയാണ് പോകുന്നത്. പിന്നെ കൂടിയതിനെ കൊണ്ട് വലിയൊരു ഗുണമൊന്നും കൃഷിക്കാർക്ക് കിട്ടുന്നില്ല. കോഴിക്കോട് ജില്ലയുടെ മലയോര ഗ്രാമമായ കുറ്റ്യാടിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള തേങ്ങയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന തെങ്ങിൻ തൈകൾ ഏറ്റവും നന്നായി ഫലം തരുന്നതും ഏറ്റവും മികച്ച രോഗപ്രതിരോധ ശേഷിയുള്ളതുമാണ്. എന്നാൽ ഉയർന്ന കൂലിയും മണ്ണിന്റെ പ്രതിരോധ ശേഷി കുറഞ്ഞതും ഈ മേഖലയിലെ കർഷകരുടെ പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. 2 കൊല്ലം മുമ്പേ കുറ്റിയെടുത്ത് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ തൂക്കമുള്ള തേങ്ങ ഈ പ്രദേശത്താണ്. ഇവിടെ 100 തേങ്ങ ഉണക്കിയാൽ 18 മുതൽ 20 കിലോ വരെ കിട്ടും. 100 തേങ്ങ ഉണക്കിയാൽ ഇപ്പോഴത് 12 കിലോ 13 കിലോ 5 കിലോൻ്റെ വ്യത്യാസം 6 കിലോൻ്റെ വ്യത്യാസം കിലോ മേൽ തേങ്ങ മേൽ. അപ്പം മുമ്പേ എല്ലാം നല്ല വളം കൊടുക്കും. മണ്ണിൻ്റെ ഘടനയെല്ലാം മാറി ഒരു കൊല്ലം 200-300 തേങ്ങ കിട്ടുന്ന കാലത്ത് അപ്പോൾ അതെല്ലാം പോയി ഇപ്പോൾ 50 തേങ്ങ കിട്ടുന്നുള്ളൂ. ഒരു 5 വർഷത്തെ കണക്കെടുക്കുമ്പോൾ പകുതിയായി കുറഞ്ഞില്ലെങ്കിലും ഒരു 30% ഇടിവ് ഉൽപ്പാദനത്തിൽ വന്നിട്ടുണ്ട്. കാരണം അത് കാലാവസ്ഥ വ്യതിയാനമാണ്. ഇപ്പോൾ ഞങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വളപ്രയോഗവും കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൃഷിക്കാരാണ്. പക്ഷേ തേങ്ങയുടെ ഉൽപ്പാദനം വളരെ കുറവുണ്ട്. അത് മണ്ണ് പരിശോധനയുടെ കുറവുകൾ വന്നിട്ടുണ്ടാവും. മണ്ണ് പരിശോധിച്ച് ഏതാണ് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഏതാണ് വളത്തിന് വേണ്ടത് എന്ന രൂപത്തിൽ ഇട്ട് നൽകാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ കുരങ്ങിൻ്റെ വലിയ ശല്യമുണ്ട്. നമുക്ക് 70 രൂപ കിട്ടുന്ന ഈ തേങ്ങയാണ് ഈ കുരങ്ങ് പറിച്ച് കരിക്ക് എറിയുന്നു. മലയെണ്ണാൻ വന്ന് മൂത്ത, അതായത് വിളവായ തേങ്ങ മലയെണ്ണാൻ വന്ന് പറിച്ച് അത് തിന്നിട്ട് പോകുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഞങ്ങളിപ്പം അഭിമുഖീകരിക്കുന്നത്. തേങ്ങയ്ക്ക് വില കൂടിയത് നേരിയ ആശ്വാസം നൽകുന്നുണ്ട്. പക്ഷേ തേങ്ങ ഉണക്കി കൊപ്രയാക്കി വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് ലാഭമില്ല. മാത്രമല്ല, വില കൂടിയപ്പോൾ മാർക്കറ്റിലിറങ്ങിയ വ്യാജ വെളിച്ചെണ്ണയും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. വെളിച്ചെണ്ണ ചില കമ്പനികൾ വലിയ രൂപത്തിലുള്ള മായം ചേർക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ അത് കുറച്ചും കൂടി കൂടുതലായി വന്നിട്ടുണ്ട്. ഇപ്പം 10 രൂപ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് മായം ചേർത്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ ഏറ്റവും താഴ്ന്നിട്ടുള്ള പാരാഫിൻ എന്ന് പറഞ്ഞ സാധനമാണ് വെളിച്ചെണ്ണയിൽ ചേർക്കുന്നത്. വലിയ മാരകമായ വിഷമാണ് ഇതിനകത്ത് ചേർക്കുന്നത്. അത് 10-15 രൂപ കുറച്ചിട്ട് അവർക്ക് കിലോയ്ക്ക് കൊടുക്കാൻ കഴിയും. ചേട്ടാ, ഇപ്പം എത്ര രൂപയാണ് വെളിച്ചെണ്ണയ്ക്ക്? കിലോ 360. 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 360 രൂപയാണ്. മണ്ണിൻ്റെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും പ്രശ്നം കാരണം കുറ്റ്യാടി മേഖലയിൽ വലിയ രീതിയിലുള്ള തേങ്ങ ഉൽപ്പാദനവും നടക്കുന്നില്ല. അതിനാൽ വെളിച്ചെണ്ണയുടെ വില വർദ്ധിക്കുമ്പോഴും ഈ മേഖലയിലുള്ള കർഷകർക്ക് അതിൻ്റെ യാതൊരു ഗുണവും ലഭിക്കുന്നില്ല. ക്യാമറമാൻ അരുൺ കിഷോറിനോടൊപ്പം CP അഖില, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.